നമസ്കാരം, എല്ലാവർക്കും വിൻമേ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദീപാവലി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഒരു 10 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഒരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്താൽ മതി. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1-1.5 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ, ഒരു 100 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് വേണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ, കുറച്ച് ചോക്ലേറ്റ് വേണം. പിന്നെ ഒരു 1/4 കപ്പോളം പാല് വേണം. പിന്നെ ഇത് തേങ്ങയാണ്. ഞാൻ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തതാണ്. അതിൻ്റെ ആ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പോലെ ഒന്ന് ചെറുങ്ങനെ ഞാനെന്താക്കി ചെറിയ തീയിൽ ഞാനൊന്ന് ചൂടാക്കി എടുത്തതാണ് ഇത്. അപ്പോൾ ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. അപ്പോൾ ഫ്ലെയിം ഓണാക്കാണ്ട് തന്നെ നമ്മൾ എടുത്തു വെച്ച കൊക്കോ പൗഡർ അതിൻ്റെ കൂടെ പാൽ ഒഴിക്കുക. ഇത് നന്നായിട്ട് ഇത് കട്ടയില്ലാണ്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഞാനിപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒരു 100 ഗ്രാം വേണ്ടി വരും ഏകദേശം. മധുരമെല്ലാം അവരവരെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കൂട്ടും കുറക്കുമെല്ലാം ചെയ്യാം. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുക. ക്രഷ് ചെയ്ത കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മളെടുത്ത് വെച്ച ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ കുറച്ച് തേങ്ങ ഒന്ന് ചൂടാക്കിയാൽ മതി, അതിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ബിസ്ക്കറ്റ് പൊടിച്ചത്, ഞാൻ ഈ ബിസ്ക്കറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളെ ബർഫിയുടെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇത് തന്നില്ലേ, പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക്. ഇനി അപ്പോൾ നമ്മളെ ബർഫിയുടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ല, നല്ല പാത്രത്തിൽ നല്ല വിട്ട് വന്ന് നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വേഗം തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിതൊരു എണ്ണ തടവിയ പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഇതുപോലെ ഒരു ലഞ്ച് ബോക്സിലാണ് ആക്കുന്നത്. ഇതിൽ കുറച്ച് നെയ്യ് തടയിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിനി. അപ്പോൾ ഒരു സ്പൂണിൽ കുറച്ചൊന്ന് നെയ്യ് തടവിയിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് തിള വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ചോക്ലേറ്റ് നമ്മൾ ഇതാക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടില്ലേ കാഷ്യൂ നട്ട്, അത് ഇതിൻ്റെ മുകളിൽ ഒന്നിട്ട് കൊടുക്കുക കുറച്ച്. അപ്പോൾ ഇത് നമ്മളത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല. ഇനി ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ടായാലും 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണിത്. എന്നിട്ട് ഒരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൊക്കോ ചോക്കോ ബർഫിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ദീപാവലി ആയിട്ട് ഇന്ന് കുട്ടികൾക്ക് ഈ സ്വീറ്റാണ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ബർഫിയിൽ നിന്നെല്ലാം ഒരു വ്യത്യാസമായിട്ട് നല്ല ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് എല്ലാമാണ്. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ദീപാവലിക്ക് ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.